കഴിഞ്ഞാൽ വീട്ടിൽ ചക്ക കൊണ്ട് ഒരു അഭിഷേകം തന്നെയാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചക്ക ഞങ്ങളുടെ വീട്ടിലില്ല, നമ്മളെ പഴയ വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം താമസിക്കുന്ന വീട്ടിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നാട്ടിൽ ചേച്ചിയുടെ വീട്ടിൽ പോയി വരുമ്പോൾ ചക്ക അമ്മാതിരി ചക്ക കൊണ്ടുവരും. അവിടെ നിറച്ച് ചക്ക തന്നെയാണ്. അപ്പോൾ പോയി വരുമ്പോൾ ഏകദേശം ഒരു 5-10 ചക്കെങ്കിലും കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ചക്ക വെച്ചിട്ടുള്ള ഒരു വറവലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്ക വറുത്തത് മാത്രമല്ല, ഞാൻ പഴുത്ത ചക്ക എടുത്തിട്ട് വരട്ടല്ലോ അതൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ പച്ച ചക്ക ആയതുകൊണ്ട് എനിക്ക് വറുത്ത് കുറച്ച് വെക്കണം എന്ന് തോന്നി. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വറുത്ത് വെക്കാമെന്ന് വെച്ചത് കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലെ വാക്കത്തേക്ക് നല്ല മൂർച്ചയായതുകൊണ്ട് ഒരു വെട്ടിന് പകരം 10 വെട്ട് വെട്ടിയിട്ടാണ് കേട്ടോ അത് 2ആയിട്ട് കിട്ടിയത്. പിന്നെ ചക്ക ഇത്തിരി ഈ ഒരു ചക്കയ്ക്ക് ഒരു പ്രത്യേകിച്ച് ഭയങ്കര മുറുക്കാണെന്നാണ് ചേച്ചി പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു വിധത്തിന് ഞങ്ങൾ എന്താ പറയുക ചുള പറിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല മുളഞ്ഞിനുള്ളൊരു ചക്ക തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് പതുക്കെ അതിൻ്റെ ആ ഒരു വെള്ള സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ പേര് എന്താ പറയുക ചവുണിയോ അങ്ങനെ എന്തോ തോന്നുന്നു. അപ്പോൾ അതൊക്കെ കളഞ്ഞ് കളയാൻ ഒരുപാട് ടൈം എടുത്തായിരുന്നു. അപ്പോൾ പതുക്കെ അതൊക്കെ ശരിയാക്കി എടുക്കുക ചെയ്തത്. കാരണം ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ ഉണ്ണീനെ നോക്കലോ അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഒറ്റയടിക്കിരുന്ന് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ കുറേ ടൈം എടുത്തിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് തുടങ്ങിയത്. ഏകദേശം ഇതൊക്കെ ചെയ്ത് കഴിയാനായിട്ട് 8 മണിയാവാറായി വൈകുന്നേരം. അത്ര ടൈം എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാ ചവണിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുക. ഇതിനിടയിൽ ഉള്ളിൽ ഇങ്ങനെ വിളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ ഇതൊക്കെ അരിഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മയൊക്കെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കണം കാണാം. പക്ഷെ എനിക്കത് പറ്റില്ല. എനിക്ക് എങ്ങനെ വന്നാലും എന്താ പറയുക കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എനിക്ക് കത്തി കൊണ്ട് ചെയ്യണതന്നെ കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി ടൈം എടുത്തിട്ട് കത്തി കൊണ്ട് ചെയ്യാണ്. എനിക്ക് അതാണ് ഇത്തിരി കൂടി തരാം. പിന്നെ നമ്മളിത് അരിയുമ്പോൾ ഒരുപാട് കട്ടി കുറച്ചൊന്നും ചെയ്ത് അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഈ വറുക്കെടുക്കുന്ന ചക്ക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൂത്ത ചക്കയാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരെണ്ണം വെട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇളായിരുന്നു, അത് ഒന്നിനും കൊള്ളാത്ത പോലെ ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, ഞാനത് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. ഇത് ഞാൻ ഇത്തിരി മൂത്ത ചക്ക നോക്കി എടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര മുളഞ്ഞിനൊക്കെ ആയതുകൊണ്ട് നല്ല ഒരു പാട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം നല്ലൊരു മല്ലുപിടുത്തം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി ഇത് വറക്കാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് ഇതിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ഇങ്ങനെ ഒന്ന് വിടർത്തി വെക്കാൻ, അതിന് ശേഷം വറുത്താൽ മതി എന്നാണ് അമ്മ പറയാറ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെയ്തു കേട്ടോ. ഇനി ആ സമയം കൊണ്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ ഓയിലൊഴിച്ച് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ചീനച്ചട്ടി നല്ലപോലെ ചൂടായിട്ടാണ് നമ്മൾ ഓയിലൊഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഓയിൽ ഒഴിച്ചത്, നമ്മൾ ഇടുന്ന ചക്കയ്ക്ക് ഒപ്പം തന്നെ ഓയിൽ നിൽക്കണം എന്നാണ് പറയണത്. എന്നാലും ഞാൻ കുറച്ച് ഓയിൽ കുറച്ചിട്ടുണ്ടാവും, വല്ലാതെ ഓയിൽ നിറച്ചൊന്നും ഒഴിച്ചിട്ടില്ല. അത് നല്ല പോലെ ഒന്ന് തിളച്ച പോലെ വന്നപ്പോഴാട്ടോ ഞാൻ ഇട്ടത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇട്ടപ്പോൾ തന്നെ ഇളക്കി കഴിഞ്ഞാൽ ഫുള്ളങ്ങ് ഉടഞ്ഞു പോകത്തേ ഉള്ളൂ. അപ്പോൾ ഒന്ന് മുറുകാളൊരു ടൈം കൊടുത്തിട്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഇത് നല്ല മുറുക്ക്, അതായത് നമ്മൾ ഈ ചീനച്ചട്ടിയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സൗണ്ട് പോലെ വരും. അതറിയുമ്പോൾ അറിയാം അത്യാവശ്യം മുറുക്കായിട്ടുണ്ട്. നല്ല മുറുക്കായി എന്ന് തോന്നി ഒത്തിരി കളറൊക്കെ മാറി തുടങ്ങുമ്പോഴാണ് നമ്മളതിലേക്ക് ഉപ്പുവെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതാണ് കൈക്കുമ്പിളിൽ എടുത്തിട്ട് ഉപ്പുവെള്ളം ഇങ്ങനെ തളിക്കുന്നതാണ് ഇത്തിരി കൂടി നല്ലത്. ഞാൻ സ്വതവേ ഇടുന്നത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക ചെയ്യുക കേട്ടോ. അമ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടോ. പക്ഷേ എനിക്ക് നല്ല പോലെ ഇത് നല്ലതെന്ന് തോന്നി കേട്ടോ. കാരണം അത്ര അധികം ഉപ്പൊന്നുമില്ല. ഞാൻ സ്വതവേ എന്ത് ചെയ്യുമ്പോഴും ഉപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് നല്ല മീഡിയമായിട്ടാണ് ഉപ്പ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഞാൻ കറുമുറു എന്നുള്ള ലെവലിൽ എന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് ചക്ക വറുത്ത് കിട്ടാറില്ല, എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് എൻ്റെ. ഇനി അടുത്തതും അങ്ങനെ ഇടാണ്. അങ്ങനെ ഒരു 5-6 പിടി എനിക്ക് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാട്ടോ ചെയ്തത്. അങ്ങനെ അവസാനം ഞാൻ ചക്ക വറുത്തെടുത്തു. ഇത്രയ്ക്ക് ഉണ്ടായി കേട്ടോ വറുത്തെടുത്തിട്ട്. നല്ല ക്രിസ്പി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സാധനമായിട്ട്, കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ സൂപ്പറായിട്ട് എനിക്ക് കിട്ടി കേട്ടോ.
അത്രയും ക്രിസ്പി ആയിട്ടും അത്രയും കളർഫുള്ളായിട്ട് എനിക്ക് കിട്ടിയൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ചക്ക വറുത്തെടുക്കുന്നത് കേട്ടോ. പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ കടയിൽ നിന്ന് ചക്ക മേടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുതലിക്കില്ല, അത്രയും റേറ്റാണ് കേട്ടോ ചക്കയ്ക്കൊക്കെ. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഒരുപാട് ദിവസം ഇത് കഴിക്കുന്ന ലെവലിലേക്ക് എന്നെ ചക്ക ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാറ്റ്, ഫാനിൻ്റെ അടിയിലൊന്നും കൊണ്ടുവയ്ക്കരുത്, ഒന്ന് ബലം വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചൂടാറ്റാനായിട്ട് ഒന്ന് വിടർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുറത്തിൽ തന്നെയാണ് ഇത് വിടർത്തി വെച്ചേക്കണേ. ഇനി ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ പത്രക്കടലാസ് ഉണ്ടല്ലോ, പത്രക്കടലാസ് വെച്ച ശേഷം അതിലേക്ക് ഞാൻ വാരി നിറയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഏകദേശം എനിക്കൊരു പാത്രം നിറച്ചെന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫുള്ള് നിറച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമുക്കിത് അടയ്ക്കാതെ തുറന്ന് വെക്കാം കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഒന്ന് ചൂടൊക്കെ ഒന്ന് പോയ ശേഷം നല്ലപോലെ ഫിറ്റാക്കി അടച്ചു വെക്കുക കേട്ടോ. ഒട്ടും എയർ കടക്കാത്ത ലെവലിൽ വേണം അടച്ചു വെക്കാനേ. ഒരു കടലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കടലാസ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ വെക്കുന്ന രീതിയിൽ. ചക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചക്ക സീസൺ അല്ലെങ്കിലും ഞാൻ പാക്കറ്റ് ചിപ്സ് മേടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചക്ക കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നിരിപ്പിനാണെങ്കിലും ഞാൻ അതൊക്കെ നന്നാക്കി ഞാൻ വറുത്ത് വയ്ക്കും. എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അപ്പോൾ ഞാനത് എങ്ങനെ വന്നാലും വറക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ.